ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. ഇന്ന് പുതിയൊരു എയർ ഡ്രോപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂണിയൻ ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ്. യൂണിയൻ എന്ന് പറയുന്നത് മോഡുലാർ റിസൾട്ട് കെ ഇന്റർഓപ്പറബിലിറ്റി ലെയർ ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്താൽ മതി. ഓൾറെഡി 4 മില്യൺ ഫണ്ടിങ് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഗലീലിയോ, സെമാന്റിക് വെഞ്ചേഴ്സ്, ലൈറ്റ് ഷിഫ്റ്റ് ക്യാപിറ്റൽ ഇവരൊക്കെയാണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എയർ ഡ്രോപ്പിന്റെ സൈറ്റിൽ കയറുക. ദെൻ യൂണിയൻ ടെസ്റ്റ്നെറ്റ് നെറ്റ്വർക്ക് നമുക്ക് കെപ്ലർ വാലറ്റിലോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ കെപ്ലർ വാലറ്റും മെറ്റാമാസ്ക് വാലറ്റും കണക്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് കണക്ട് വാലറ്റ് എടുത്തിട്ട് മെറ്റാമാസ്ക് കൊടുത്ത് കണക്ട് ചെയ്യുക. 2 വാലറ്റും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ഈ എയർ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ ഇപ്പോൾ രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ UNO ടോക്കൺസ് ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു ടെസ്റ്റ്നെറ്റ് ചെയ്യാനായിട്ട്. സോ നമുക്ക് ഫോസറ്റിൽ പോയിട്ട് UNO ടോക്കൺസ് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി അഡ്രസ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഓൾറെഡി അഡ്രസ്സ് കാണിക്കും. നിങ്ങൾ സബ്മിറ്റ് കൊടുത്തിരുന്നാൽ മാത്രം മതി. അതേപോലെ 1-2 വട്ടം നിങ്ങൾ ക്ലെയിം ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ക്ലെയിം ആയിട്ടുണ്ട്. അടുത്തതായി കുറച്ച് UNO ടോക്കൺസ് സെബോളിയ നെറ്റ്വർക്കിലേക്ക് ബ്രിഡ്ജ് ചെയ്യണം. അതിനായിട്ട് ട്രാൻസ്ഫർ എടുക്കുക, സെബോളിയയിലേക്ക് ബ്രിഡ്ജ് ചെയ്യുക. കുറച്ച് ടോക്കൺസ് കൊടുത്ത് ബ്രിഡ്ജ് ചെയ്യുക. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് എങ്കിലും ആവും ബ്രിഡ്ജ് ആവണമെങ്കിൽ. ഇവിടെ പ്രോസസ്സിങ് ആവുന്നതേ ഉള്ളൂ. ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ കട്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സ് ആയിട്ടുണ്ട്. ഇനി സെബോളിയ നെറ്റ്വർക്കിൽ നിന്ന് യൂണിയൻ നെറ്റ്വർക്കിലേക്ക് ഒരു 5 USDC ബ്രിഡ്ജ് ചെയ്യണം. സോ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ USDC ഇല്ല എങ്കിൽ USDC ടെസ്റ്റ്നെറ്റ് ഫോസറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കയറി ക്ലെയിം ചെയ്താൽ മതി. ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി. USDC ക്ലെയിം ചെയ്തതിന് ശേഷം നമുക്ക് സെബോളിയയിൽ നിന്ന് യൂണിയനിലോട്ട് ബ്രിഡ്ജ് ചെയ്യാം. ദേ ഇവിടെ USDC വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 5 USDC നമ്മൾ ബ്രിഡ്ജ് ചെയ്യണം. നേരത്തെ പോലെ തന്നെ ഇതിനും കുറച്ച് ടൈം എടുക്കും. 15 മിനിറ്റ്സിൽ കൂടുതലെങ്കിലും എടുക്കും. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. USDC അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് സെബോളി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എറർ കാണിക്കുന്നത്. അപ്പോൾ ഞാനത് സെബോളിയ ഫോസറ്റിൽ നിന്ന് ക്ലെയിം ചെയ്തോളാം. നിങ്ങൾക്ക് സെബോളിയ ഇല്ലെങ്കിൽ സെബോളിയ ഫോസറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറി ക്ലെയിം ചെയ്ത് തന്നാൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്രൂവ് കൊടുക്കുക. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്രൂവ് ആയതിന് ശേഷം ഇനി നമുക്ക് യൂണിയൻ ഫാമിംഗ് വോളിയം 1 NFT മിൻറ്റ് ചെയ്യണം. അതിനായിട്ട് മെറ്റാവേഴ്സ് HQ സൈറ്റിൽ പോവുക. ദെൻ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ടാസ്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്തിരുന്നാൽ മതി. ഫോളോ ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് ഇനി മുമ്പുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഈ ലാസ്റ്റ് 3 ടാസ്കുകൾ നിങ്ങൾ ഈ എയർ ഡ്രോപ്പ് നമ്മുടെ വീഡിയോ കണ്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 3 ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ആയിക്കോളും.
ഓക്കെ, ഇപ്പോൾ ഇവിടെ എല്ലാം അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് NFT മിൻറ്റ് ചെയ്യാം. അതിനായിട്ട് സെബോളിയ നെറ്റ്വർക്കിലോട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, എൻ്റെ ഇവിടെ സെബോളിയ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് മിൻറ്റ് ചെയ്യാം. മിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 10 NFT മിൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര NFT മിൻറ്റ് ചെയ്യാം. ഇവിടെ RPC എറർ കാണിക്കുന്നുണ്ട്. RPC എറർ കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഇപ്പം മിൻറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ NFT മിൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.